നമസ്തേ മമ പ്രിയ ഛാത്രാഹ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷ ഇതാ വന്നു കഴിഞ്ഞു. ക്രിസ്മസ് എക്സാം ആണ്. അപ്പം നല്ല മാർക്ക് വാങ്ങണം എല്ലാവർക്കും അല്ലേ. അപ്പം ചെറിയൊരു ടിപ്പുമായിട്ടാണ് നമ്മുടെ സംസ്കൃതത്തിൽ ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. എസ്സേ അല്ലേ, ടിപ്പണി എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഒരു ടിപ്പണിയാണ് തെയ്യം അല്ലേ. തെയ്യം നമ്മൾ പഠിച്ചൊരു പാഠമാണല്ലേ. തെയ്യം ഒരു അനുഷ്ഠാന കലാരൂപമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് നോക്കാം അല്ലെ. തെയ്യത്തിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏകം അനുഷ്ഠാന കലാരൂപം ഭവതി തെയ്യം. ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഉത്തര കേരളേ പ്രചലതി അല്ലെ. ഉത്തര കേരളത്തിലാണ് ഇത് നടക്കുന്നത് എന്ന് നമ്മൾക്ക് എഴുതാം അല്ലെ. ഇതം കലാരൂപം, ഈ ഒരു കലാരൂപം ദേവാലയെ അനുഷ്ഠീയതേ. ഈ ഒരു കലാരൂപം എവിടെയാണ് നടക്കുന്നത്? ദേവാലയത്തില്, അമ്പലങ്ങളിലെ മന്ദിരങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. അത്ര പൂർവികാണാം വീരപുരുഷാണാം വീരചരിതം പ്രതിപാദിത. ഇവിടെ, അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ, ഈ ഒരു കലാരൂപത്തില് എന്നാണ് അർത്ഥം. പൂർവികാണാം വീരപുരുഷാണാം വീരചരിതം, പൂർവികരായിട്ടുള്ള വീരപുരുഷന്മാരുടെ വീരചരിതമൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതിസുന്ദരം, വളരെ സുന്ദരവും ആയിട്ടുള്ളതാണ് ഈ കലാരൂപം എന്ന് പറയുന്നു. അതിസുന്ദരം കലാരൂപം ഭവതി തെയ്യം. നിങ്ങൾക്ക് എഴുതിക്കൂടെ? സിമ്പിൾ ആയിട്ട് എഴുതാം. അതിസുന്ദരം അതിമനോഹരം കലാരൂപം ഭവതി തെയ്യം എന്ന് നിങ്ങൾക്ക് എഴുതാം. തെയ്യം ഇത്യസ്യ ദൈവം ഇതി അർത്ഥ. തെയ്യം എന്നതിന് എന്താണ് അർത്ഥം? ദൈവം ഇതി അർത്ഥ എന്നാണ് പറയുന്നത്. ശരി. ഭൂമാവാഗത ദേവതാ ഭവതി തെയ്യം. ഭൂമിയിലേക്ക് വന്നിട്ടുള്ള ദേവതാ ഭവതി തെയ്യം, ദേവതയാണ് തെയ്യം എന്ന് പറയുന്നു. അത്ര നർത്തക, ഇവിടെ നർത്തകൻ ആരാണ്? കോലധാരി ഇതി ഉച്യത്തെ. കോലധാരി, കോല് ധരിച്ചവൻ എന്നൊക്കെ പറയാം അല്ലെ. കോലധാരിയെയാണ് നമ്മൾ ഇവിടെ നർത്തകനായിട്ട് കാണുന്നത്. അസ്യ കലാരൂപസ്യ ശിരോഭൂഷണം. ഈ കലാരൂപത്തിനൊരു ശിരോഭൂഷണം ഉണ്ട് അല്ലെ. തലയിൽ വെക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താണ്? കിരീടമുണ്ട് അല്ലെ. അതിനെന്താ പറയാ? മുടി എന്നാണ് ഇതി ഉച്യത്തെ, മുടി എന്ന് പറയപ്പെടുന്നു. അത്ര വാദ്യോപകരണാനി. ഇവിടെ വാദ്യോപകരണങ്ങളൊക്കെ ഏതാണ്? ചീനി എന്ന് പറയും, തുടി എന്ന് പറയും, ഇലത്താളം എന്ന് പറയും. അത്ര ആയുധാഹ. ഇവിടെ ആയുധങ്ങൾ ഏതൊക്കെയാണ്? ചാപം, ബാണഹ, ദണ്ഡഹ, ഖഡ്ഗഹ അല്ലെ. അപ്പം ഉപകരണങ്ങൾ മറക്കരുത്. വാദ്യോപകരണങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അത് വായിക്കുന്നത് ഏതൊക്കെയാണ്? ചീനി, തുടി, ഇലത്താളം. അതുപോലെ ആയുധങ്ങൾ, അവരുടെ കയ്യിൽ, ആ തെയ്യത്തിൻ്റെ ഒക്കെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാവില്ല. അതേതാണ്? ചാപമുണ്ട്, ബാണഹ, ദണ്ഡഹ, ഖഡ്ഗഹ. ഇത്രയാണ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. ഏവം പ്രകാരേണ സർവേഷാം ആനന്ദദായകം ഭവതി ഇതം കലാരൂപം. ഇങ്ങനെയൊക്കെ, ഇപ്രകാരത്തിലൊക്കെ എല്ലാവരുടെയും, സർവേഷാം ആനന്ദദായകം, ആനന്ദം നൽകുന്നതാണ്, എല്ലാവർക്കും ആനന്ദം, സന്തോഷം നൽകുന്നതാണ് ഇതം കലാരൂപം, ഈ ഒരു കലാരൂപം എന്ന് പറയുന്നു. തെയ്യം എസ്സേ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം. ഇതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു എസ്സേ ആണ്, ടിപ്പണിയാണ് ശാണ്ഡില്യ. നമ്മൾക്കറിയാം ഭഗവദജ്ജുകം എന്ന പാഠഭാഗത്ത് ബോധായനൻ എഴുതിയിട്ടുള്ള ഭഗവദജ്ജുകം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഒരു പ്രധാന കഥാപാത്രമാണ് ശാണ്ഡില്യ. അറിയാലോ അല്ലെ. ശാണ്ഡില്യന്റെ കഥാപാത്ര നിരൂപണം, ആ കഥാപാത്രത്തിനെ ഒന്ന് നിരൂപിക്കാൻ പറയും. എന്താണ് ക്യാരക്ടർ സ്കെച്ച് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. നോക്കാം. ദശരൂപകേഷു അന്യതമം ഭവതി പ്രഹസനം. 10 രൂപകങ്ങളിൽ, 10 രൂപകങ്ങളാണുള്ള നാടകം, ബാണം, വ്യായോഗം, സമവകാര, ഇങ്ങനെ 10 രൂപകങ്ങളാണുള്ളത്. ആ ദശരൂപകേഷു, 10 രൂപകങ്ങളിലെ അന്യതമം ഭവതി പ്രഹസനം, മറ്റൊന്നാണ് അന്യതമം, മറ്റൊന്നാണ് പ്രഹസനം. ബോധായനസ്യ പ്രസിദ്ധം പ്രഹസനം ഭവതി ഭഗവദജ്ജുകം. ബോധായനന്റെ പ്രസിദ്ധമായ പ്രഹസനമാണ് ഭഗവദജ്ജുകം. ഓക്കെ, ആരാ എഴുതിയത്? ബോധായന. ഓർക്കുക, ബോധായനന്റെ പ്രസിദ്ധമായ പ്രഹസനമാണ്. നാടകം എന്ന് നിങ്ങൾ ഒരിക്കലും എഴുതരുത്, അത് തെറ്റായിട്ട് വരും കേട്ടോ. അപ്പം പ്രഹസനമാണ് ഭഗവദജ്ജുകം എന്ന് എഴുതാം. ഭഗവദജ്ജുകസ്യ പ്രധാന കഥാപാത്രം ഭവതി ശാണ്ഡില്യ. ഭഗവദജ്ജുകത്തിന്റെ ഒരു പ്രധാന കഥാപാത്രമാണ്, ആ ഭഗവദജ്ജുകം പ്രഹസനത്തിന്റെ ഒരു വലിയ പ്രധാനമായിട്ടുള്ള കഥാപാത്രമാണ് ശാണ്ഡില്യ. അത്രത്യമേകം ഹാസ്യ കഥാപാത്രം ഭവതി ശാണ്ഡില്യ. ഇവിടുത്തെ ഒരു ഹാസ്യ കഥാപാത്രം, കോമഡിയൻ അല്ലെ, കോമഡി അവതരിപ്പിക്കുന്ന ആളാണ്
ശാണ്ഡില്യൻ. ശാണ്ഡില്യസ്യ ഗുരുഹു ഭവതി പരിവ്രാജകഃ. ശാണ്ഡില്യന്റെ ഗുരു ആരാണ്? പരിവ്രാജകഃ. ശാണ്ഡില്യസ്യ ഗുരുഹു ഭവതി പരിവ്രാജകഃ. പരിവ്രാജകനാണ്. അസ്മിൻ പ്രഹസനെ, ഈ പ്രഹസനത്തില് ശാണ്ഡില്യസ്യ നായിക വസന്തസേന നാമിക അജുക ഭവതി. ഈ ഒരു പ്രഹസനത്തിൽ ശാണ്ഡില്യന്റെ നായിക ആരാണ്? വസന്തസേന നാമിക അജുക. വസന്തസേന എന്നു പേരുള്ളൊരു സ്ത്രീ കഥാപാത്രമാണ് അല്ലെ. പ്രഹസനെ മുഖ്യ കഥാപാത്രം ഭവതി ശാണ്ഡില്യ. ഇവിടെ പ്രധാനമായിട്ടും കഥാപാത്രം ആരാണ്? ശാണ്ഡില്യനാണ് അല്ലെ. പ്രധാന കഥാപാത്രം ഭവതി ശാണ്ഡില്യ. അയം പഠന വിമുഖ. ഇവൻ എന്താണ്? പഠന വിമുഖനാണ്, പഠനത്തിലേക്കൊന്നും ശ്രദ്ധയില്ലാത്തവനാണ് എന്നാണ് പറയുന്നത്. ഭോജനപ്രിയ, ഫുഡിനോട് മാത്രമേ താല്പര്യമുള്ളൂ, ഭോജനപ്രിയനാണ്. പരിഹാസപ്രിയ, പരിഹാസപ്രിയനാണ്, പരിഹാസം മാത്രമേ ഇഷ്ടമുള്ളൂ, എല്ലാവരെയും പരിഹസിക്കാനാണ് താല്പര്യം. നിദ്രാ തത്പര, നിദ്ര ഉറക്കത്തോട് താല്പര്യമുള്ളവനാണ്, ഉറക്കമാണ് ഇഷ്ടം. വിവേകശൂന്യ, വിവേക ബുദ്ധിയില്ലാത്തവനാണ് എന്നുള്ള അർത്ഥം. വികല വാക്യപ്രയോക്ത, വികലമായ വാക്കുകൾ, മോശപ്പെട്ട വാക്കുകൾ പറയുന്നവനാണ് ചഭവതി. ഹാസ്യ കഥാപാത്രമിതം ജനഹൃദയേഷു സദാശോഭതി. ഈ ഒരു ഹാസ്യ കഥാപാത്രം ഈ ബോധായനന്റെ ഭഗവദജ്ജുകം എന്ന് പറയുന്ന പ്രഹസനത്തിലെ ഒരു ഹാസ്യ കഥാപാത്രം ആണ് ഈ ഒരു ശാണ്ഡില്യൻ അല്ലെ. ഇത് ജനഹൃദയേഷു സദാശോഭതി, ജനങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു കഥാപാത്രം എപ്പോഴും ശോഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ തെയ്യം എന്ന കലാരൂപം വന്നാൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ശാണ്ഡില്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളതും പറയാം അല്ലെ. തെയ്യം ഒരു അനുഷ്ഠാന കലാരൂപമാണ്. അതുപോലെ തന്നെ അതിൽ ഏതൊക്കെ ഉപകരണങ്ങളാണ്, വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ആയുധങ്ങളാണ് എന്ന് നമ്മൾക്ക് എഴുതാൻ അറിയാം. അതുപോലെ തന്നെ എന്താണ് തെയ്യം എന്ന വാക്കിനർത്ഥം? ദൈവം എന്നാണ് അർത്ഥം എന്നത് സിമ്പിളായിട്ട് എഴുതാം. സുന്ദരം കലാരൂപം ഭവതി തെയ്യം, അങ്ങനെ എഴുതാം അല്ലെ. ഇവിടെ ശാണ്ഡില്യനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിലോ ഏകം സുന്ദരം കഥാപാത്രം ഭവതി ശാണ്ഡില്യ അല്ലെ. ഒരു നല്ല സുന്ദരമായ ഒരു കഥാപാത്രമാണ് ശാണ്ഡില്യൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാം അല്ലെ. അപ്പം എസ്സേ തീർച്ചയായിട്ടും വരുന്നതാണ്. നിങ്ങൾ മനസ്സിൽ ഓർക്കണം. തെയ്യം, നമ്മുടെ തെയ്യം പാടറിയാലോ, പാടത്തിലെ തീമൊക്കെ അറിയാം അല്ലെ. തെയ്യത്തിൽ ഓരോ കാര്യങ്ങൾ, ഇതിൽ വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചേർക്കാം അല്ലെ. തെയ്യത്തിൽ വേറെ എന്തൊക്കെ ചേർക്കാം? തെയ്യത്തിൽ നമുക്ക് മനയോല, അങ്ങനെയുള്ള അംഗരാഗങ്ങൾ ശരീരത്തിൽ തേക്കുന്ന, ഹരിദ്ര മഞ്ഞൾ തേക്കും അല്ലെ, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതാം അല്ലെ. അതുപോലെ ഇവിടെ വരുന്ന ഭഗവതിമാരൊക്കെ ഉണ്ട് അല്ലെ. ഒരുപാട് തെയ്യത്തിന്റെ പേരുകൾ നമ്മുടെ പാഠഭാഗത്തുണ്ടായിരുന്നു അല്ലെ. ഗണ്ഡാകർണൻ, അങ്ങനെ ഗുളികഹ അല്ലെ, അങ്ങനെ കേളഹ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചേർത്തെഴുതാം. തെയ്യത്തിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ എഴുതണം. ഓക്കെ, അപ്പം പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു 2 എസ്സേകളാണ് തെയ്യവും ശാണ്ഡില്യനും. തെയ്യവും ശാണ്ഡില്യനും തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് എഴുതണം. ഓക്കെ, ശരി, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ധന്യവാദ.